ഗുഡ് ഈവനിങ് ആൾ. എല്ലാവരെയും മില്യൻ ബിസിനസ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് കിടക്കാം. ഇന്ന് നിഫ്റ്റി നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 50 ഇന്ന് 49 പോയിൻറ്റ്സ് കുറഞ്ഞ് 23,366 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ബാങ്ക് ഇന്ന് 188 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 54,496 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി മിഡ് ക്യാപ് 211 പോയിൻറ്റ്സ് കുറഞ്ഞ് 60,754 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ് 10 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 18,110 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ വിക്സ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 15.78 സെൻസെക്സ് 116 പോയിൻറ്റ്സ് കുറഞ്ഞ് 74,243 ക്ലോസ് ചെയ്തു. ഇന്നത്തെ DII FII ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DIയുടെ ഭാഗത്തു നിന്ന് 9,133 കോടി നെറ്റ് ബൈയിങ് ആയിട്ട് നടന്നത്. എന്നാൽ FII സെല്ലിംഗ് തുടരുകയാണ്. 8,776 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആയിരുന്നു ഇന്ന് FIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇന്നത്തെ സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നിഫ്റ്റി എനർജി, നിഫ്റ്റി ഇൻഫ്ര, നിഫ്റ്റി IT, നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് എന്നീ സെക്ടേഴ്സ് ഇന്ന് റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഓട്ടോ ഒന്ന് 26,165 ക്ലോസ് ചെയ്തപ്പോൾ 21 പോയിൻറ്റ്സിന് ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി എനർജി 99 പോയിൻറ്റ്സ് കുറഞ്ഞ് 40,346 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 25 പോയിൻറ്റ്സിന് ഗെയിൻ ഉണ്ടായി 25,056 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG 48,302 ക്ലോസ് ചെയ്തപ്പോൾ 86 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. നിഫ്റ്റി ഹെൽത്ത് കെയർ 86 പോയിൻറ്റ്സ് ഉയർന്ന് 15,409 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്ര 26 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 9182 ക്ലോസ് ചെയ്തു. നിഫ്റ്റി IT 290 പോയിൻറ്റ്സ് കുറഞ്ഞ് 29,010 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മീഡിയ 50 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി 1502 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മീഡിയ എന്ന് എബോവ് 3% റാലിയാണ് കാണാൻ സാധിച്ചത്. നിഫ്റ്റി മെറ്റൽ 214 പോയിൻറ്റ്സ് കുറഞ്ഞ് 13,221 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 11,160 ക്ലോസ് ചെയ്തപ്പോൾ 53 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഫാർമ 70 പോയിൻറ്റ്സ് ഉയർന്ന് 24,248 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് 39 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 8259 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി റിയാലിറ്റി 4 പോയിൻറ്റ്സ് ഉയർന്ന് 768 ക്ലോസ് ചെയ്തു. ഈ ആഴ്ചത്തെ നിഫ്റ്റിയുടെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 23,382 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 23,483 ക്ലോസ് ചെയ്തു. വെനസ്ഡേ 23,405 ക്ലോസ് ചെയ്തു. തേഴ്സ്ഡേ 23,416 ക്ലോസ് ചെയ്തു. ഇന്ന് ഫ്രൈഡേ 23,366 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ച ആകെ 181 പോയിൻറ്റ്സിൻ്റെ ഇടിവാണ് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചത്. 0.77% ഫോളോ നടത്തി. നിഫ്റ്റി 50 ഈ വർഷത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 26,129 നിഫ്റ്റി ഇന്ന് 23,366 നിൽക്കുമ്പോൾ 10.57% ലോസാണ് ഈ വർഷം നിഫ്റ്റി 50 കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50 ലാസ്റ്റ് 12 മാസം മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ 30 ജൂൺ 2025 25,517 ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇന്ന് 23,366 നിൽക്കുമ്പോൾ 8.43% ലോസ് 12 മാസമായിട്ട് നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 1,384 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,615 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. ഇന്ന് ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അദാനി എൻ്റർപ്രൈസ് 2.54% റാലി നടത്തി. HUL 2.02% റാലി നടത്തി. അദാനി പോർട്സ് 1.86%, ബജാജ് ഫിനാൻസ് 1.72%, ആക്സിസ് ബാങ്ക് 1.52%, മാക്സ് ഹെൽത്ത് കെയർ 1.14%, SBI ലൈഫ് 1.01%, ഏഷ്യൻ പെയിൻറ്റ്സ് 0.94%, ഇറ്റേണൽ 0.85% ആൻഡ് ഡോക്ടർ റെഡ്ഡി 0.84% റാലി നടത്തി. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഹിൻഡൽകോ ഇന്ന് 2.93% ഫോളോ കണ്ടു. വിപ്രോ 2.91% ഫോളോ നടത്തി. ട്രെൻഡ് 2.23%, കോൾ ഇന്ത്യ 1.94%,
TCS 1.88%, Tata Steel 1.80%, Tata Consumer 1.60%, JSW Steel 1.31%, NTPC 1.30%, and HCL Tech 1.16% ഫോൾ നടത്തി. ഇതൊരു ബയേഴ്സല്ല റെക്കമെൻഡേഷൻ അല്ല. അടുത്ത നമുക്ക് ഈ വീക്ക്ലി സമ്മറി ഡീറ്റെയിൽസ് ചേർക്കാം. വീക്ക്ലി സമ്മറി എന്ന് പറയുമ്പോൾ തന്നെ കഴിഞ്ഞ ഫ്രൈഡേ ക്ലോസ് ചെയ്തത് മുതൽ ഈ ഫ്രൈഡേ ക്ലോസ് ചെയ്തത് വരെയുള്ള മൂവ്മെൻ്റാണ് കാണാൻ സാധിക്കുന്നത്. ഈ ആഴ്ചത്തെ DIA-FI ആക്ടിവിറ്റി സമ്മറൈസ് നോക്കിക്കഴിഞ്ഞാൽ ഈ ആഴ്ച എല്ലാ ദിവസവും DIAയുടെ ഭാഗത്തുനിന്ന് ബൈയിങ് ആണ് നടന്നത്. 33,933 കോടി രൂപയുടെ നെറ്റ് ബൈയിങ് ആയിരുന്നു DIAയുടെ ഭാഗത്തുനിന്നുണ്ടായത്. FIയുടെ ഭാഗത്തു നിന്ന് ഈ ആഴ്ച എല്ലാ ദിവസവും സെല്ലിങ്ങിലായിരുന്നു. 31,114 കോടി രൂപയുടെ 31,114 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആയിരുന്നു FIയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ ആഴ്ചത്തെ നിഫ്റ്റി ബാങ്ക്, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ്, സെൻസെക്സ് എന്നിവയുടെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇത് കാണിക്കുന്നത് ലാസ്റ്റ് ഫ്രൈഡേ ക്ലോസിംഗ് മുതൽ ഈ ഫ്രൈഡേ ക്ലോസിംഗ് വരെയാണ്. ഇപ്പോൾ 1 വീക്കിൻ്റെ ഡീറ്റെയിൽസാണ് കാണിച്ചിരിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് ഈ ആഴ്ച 257 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി, 0.47% റാലി നടത്തി. നിഫ്റ്റി മിഡ് ക്യാപ് 968 പോയിൻറ്റ്സ് കുറഞ്ഞ് 1.57% ഫോളോ കണ്ടു. നിഫ്റ്റി സ്മോൾ ക്യാപ് 28 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി, 0.16% ഫോളോ കണ്ടു. സെൻസെക്സ് 532 പോയിൻറ്റ്സ് കുറഞ്ഞപ്പോൾ 0.71% ഫോളാണ് കാണാൻ സാധിച്ചത്. സിമിലർലി സെക്ടർ വൈസിൻ്റെ ഡീറ്റെയിൽസാണ് കാണിച്ചിരിക്കുന്നത്. ഈ ആഴ്ചത്തെ സെക്ടർ വൈസിൻ്റെ സമ്മറി നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഹെൽത്ത് കെയർ, നിഫ്റ്റി മീഡിയ, നിഫ്റ്റി PSU ബാങ്ക് എന്നീ സെക്ടേഴ്സ് ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാക്കി സ്ക്രീനിൽ കിടന്ന എല്ലാ സെക്ടേഴ്സും റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഓട്ടോ ഈ ആഴ്ച 172 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി, 0.65% ഫോളോ നടത്തി. നിഫ്റ്റി എനർജി 531 പോയിൻറ്റ്സ് കുറഞ്ഞ് 1.30% ഫോളോ നടത്തി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 297 പോയിൻറ്റ്സ് കുറഞ്ഞ് 1.17% ഫോളോ നടത്തി. നിഫ്റ്റി FMCG 1080 പോയിൻറ്റ്സ് കുറഞ്ഞപ്പോൾ 2.19% ഫോളോ കണ്ടു. നിഫ്റ്റി ഹെൽത്ത് കെയർ 16 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി, 0.11% റാലി നടത്തി. നിഫ്റ്റി ഇൻഫ്ര 170 പോയിൻറ്റ്സ് കുറഞ്ഞ് 1.83% ഫോളോ കണ്ടു. നിഫ്റ്റി IT 69 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി, 0.24% ഫോളോ നടത്തി. നിഫ്റ്റി മീഡിയ 94 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി, 6.69% റാലി നടത്തി. നിഫ്റ്റി മെറ്റൽ 219 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി, 1.63% ഫോളോ നടത്തി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 94 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി, 0.84% ഫോളോ നടത്തി. നിഫ്റ്റി ഫാർമ 0.40% ഫോളോ നടത്തിയപ്പോൾ 97 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി PSU ബാങ്ക് 102 പോയിൻറ്റ്സ് ഉയർന്നപ്പോൾ 1.26% റാലി നടത്തി. നിഫ്റ്റി റിയാലിറ്റി 13 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി, 1.74% ഫോളാണ് കാണാൻ സാധിച്ചത്. ഇത് ഈ ആഴ്ചത്തെ സമ്മറി ഡീറ്റെയിൽസാണ് കാണിച്ചിരിക്കുന്നത്. ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി നമുക്ക് മൺഡേ കാണാം. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ഓൾ.